അഡ്രിയാനോ ലൈറ്റെ റിബേറോ, കൂടുതൽ ലളിതമായി അഡ്രിയാനോ എന്നറിയപ്പെടുന്നു. ഒരു പ്രത്യേക തലമുറയിലെ ഫുട്ബോൾ ആരാധകരുടെ ആത്യന്തിക ആരാധനാ നായകനായി കണക്കാക്കപ്പെടുന്നു. പെലെയുടെ മഹത്തായ പ്രതാപകാലം മുതൽ ഇന്നത്തെ നെയ്മർ നയിച്ച യുഗം വരെ ബ്രസീൽ അവരുടെ ചരിത്രത്തിലുടനീളം അനന്തമായ കഴിവുകളുള്ള ആക്രമണകാരികളായ കളിക്കാരെ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ അഡ്രിയാനോ ഒരു പ്രത്യേക ജനുസായിരുന്നു. റിയോ ഡി ജനീറോയിൽ നിന്നുള്ള 6 അടി 2 ഇഞ്ച് പൊക്കമുള്ള ടൈറ്റനെ പോലെ സഹമനുഷ്യനിൽ ഭയം ജനിപ്പിച്ച ഒരു സ്ട്രൈക്കർ ഉണ്ടായിട്ടില്ല. പ്രോ എവല്യൂഷൻ സോക്കറിലെ ഷൂട്ടിംഗ് സ്ഥിതിവിവര കണക്കുകളെ മറികടക്കാൻ അദ്ദേഹത്തിന് പ്രശസ്തി നേടിക്കൊടുത്ത ഇടതുകാലിൽ ഒരു പീരങ്കി ഉണ്ടായിരുന്നു. അദ്ദേഹം ശക്തനും അതിശയിപ്പിക്കുന്ന വേഗതയുള്ളവനും സാങ്കേതികമായി മിടുക്കനുമായിരുന്നു. സ്വീഡിഷ് ഇതിഹാസം സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച് തൻ്റെ കരിയറിലെ മികച്ച വർഷങ്ങളിൽ അഡ്രിയാനോയുടെ മികവിൽ അത്ഭുതപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് എല്ലാ കോണുകളിൽ നിന്നും ഷൂട്ട് ചെയ്യാൻ കഴിയുമായിരുന്നു. ആർക്കും അദ്ദേഹത്തെ നേരിടാൻ കഴിയില്ല, ആർക്കും പന്തെടുക്കാൻ കഴിയില്ല. അദ്ദേഹം ശുദ്ധമായ ഒരു മൃഗമായിരുന്നു. മുൻ ഇന്റർ സ്ട്രൈക്കർ 2020 സ്പോർട്ട് ബൈബിളിനോട് പറഞ്ഞു. എന്നിരുന്നാലും ഇബ്രാഹിമോവിച്ചിന്റെ വിലയിരുത്തലിന് ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തോടൊപ്പം കളിക്കുന്നതും അദ്ദേഹത്തിനെതിരെ കളിക്കുന്നതും ഞാൻ ആസ്വദിച്ചു. പക്ഷേ അത് ഇത്രയും കുറഞ്ഞ സമയം നീണ്ടുനിന്നത് ലജ്ജാകരമാണ്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും 50% മാനസിക ഭാഗമാണ്. നിങ്ങളത് മനസ്സിലാക്കിയില്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഇന്ററിൽ 177 മത്സരങ്ങളിൽ നിന്ന് അഡ്രിയാനോ 74 ഗോളുകൾ നേടി. അന്താരാഷ്ട്ര തലത്തിൽ ബ്രസീലിനായി 27 ഗോളുകൾ കൂടി നേടി. മിക്ക സെന്റർ ഫോർവേഡുകൾക്കും ഇത് മാന്യമായ ടോട്ടൽ ആയിരിക്കാം. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രവചനാതീതമായ സ്വഭാവം ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് റെക്കോർഡുകൾ ഭേദിക്കാൻ കഴിയുമായിരുന്നു. ഉന്നത സ്ഥാനത്ത് അദ്ദേഹം വളരെ കുറച്ചു കാലം മാത്രമേ നിലനിന്നിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ പരസ്യമായ അധപതനം കാണുന്നത് വേദനാജനകമായിരുന്നു. എന്നിരുന്നാലും സാൻസിറോയിലും വിശാലമായ ഫുട്ബോൾ ലോകത്തും അഡ്രിയാനോ ചെലുത്തിയ അവിശ്വസനീയമായ സ്വാധീനത്തിന് നന്ദി. അദ്ദേഹത്തിന്റെ ഇതിഹാസം വർഷം തോറും വളർന്നുകൊണ്ടിരിക്കുന്നു. റിയോ ഡി ജനീറോയിലെ കുപ്രസിദ്ധമായ വില ക്രുസീറോ ഫവേലയിലാണ് അഡ്രിയാനോ ജനിച്ചത്. കുറ്റകൃത്യങ്ങളും അക്രമവും അഴിമതിയും നിറഞ്ഞ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത അന്തരീക്ഷം. ദാരിദ്ര്യത്തിലും അതിജീവിക്കാനുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ മാത്രമുള്ള അവസ്ഥയിലുമാണ് അദ്ദേഹം വളർന്നത്. പക്ഷേ അതൊന്നും അദ്ദേഹത്തെ തകർത്തില്ല. ചുറ്റുമുള്ള കുഴപ്പങ്ങൾക്കിടയിൽ അദ്ദേഹം ശാന്തമായ ഒരു ദൃഢനിശ്ചയം വളർത്തിയെടുത്തു. ഫുട്ബോളിൽ ഒരു രക്ഷപ്പെടൽ കണ്ടെത്തി. അഡ്രിയാനോ തൻ്റെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ തെരുവുകളിലും മണ്ണിൻ്റെ മൈതാനങ്ങളിലും നഗ്നപാതനായി ഇറങ്ങുമായിരുന്നു. ഒരു അവസരം നേടുന്നതിനായി നിരന്തരം പരിശീലിച്ചു. 7ാമത്തെ വയസ്സിൽ ഗാവിയയിലെ സ്കൂളിൽ ചേരുന്നതിനായി കുടുംബാംഗങ്ങൾ പണം സ്വരൂപിച്ചതിന് ശേഷം അദ്ദേഹം ഫ്ലെമംഗോയുടെ അക്കാദമി റാങ്കുകളിൽ എത്തപ്പെട്ടു. അടുത്ത 8 വർഷക്കാലം ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാരനാകുക എന്ന തൻ്റെ ആത്യന്തിക ലക്ഷ്യത്തിനായി അദ്ദേഹം നിരന്തരം പരിശ്രമിച്ചു. അവിടെ എത്തുമെന്ന് അഡ്രിയാനോയ്ക്ക് ഒരിക്കലും സംശയമില്ലായിരുന്നു. എൻ്റെ കാലിൽ എപ്പോഴും ഒരു പന്തുണ്ടായിരുന്നു, അത് ദൈവം തന്നതാണ്. 16 വയസ്സുള്ളപ്പോൾ തന്നെ പരിശീലകരുടെ ചില എതിർപ്പുകൾക്കിടയിലും അദ്ദേഹം ഫ്ലെമംഗോയുടെ സീനിയർ ടീമിലെത്തി. സാവോ പോളോയ്ക്കെതിരായ തൻ്റെ 2ാമത്തെ മത്സരത്തിൽ അക്കൗണ്ട് തുറന്നു. അദ്ദേഹത്തിൻ്റെ ഭയാനകമായ ശാരീരിക ക്ഷമത ഉടൻ തന്നെ വിനാശകരമായ ഫലത്തിനായി ഉപയോഗിക്കുന്ന ഒരു ആയുധമായി മാറി. 2000-2001 സീസണിൽ അഡ്രിയാനോ 9 തവണ ഗോൾ കണ്ടെത്തി. അതേസമയം 18 വയസ്സുള്ളപ്പോൾ ബ്രസീലിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ദേശീയ ടീം അരങ്ങേറ്റക്കാരിൽ ഒരാളായി മാറി. അടുത്ത സീസണിന്റെ തുടക്കത്തിൽ തന്നെ ആദ്യ 5 ബ്രസീലിയൻ സീരി എ മത്സരത്തിൽ നിന്ന് 3 ഗോളുകൾ നേടി. ആ ഘട്ടമായപ്പോഴേക്കും ഇന്റർ അദ്ദേഹത്തെ അവരുടെ അടുത്ത വലിയ സൂപ്പർ സ്റ്റാറായി തിരിച്ചറിഞ്ഞിരുന്നു. അങ്ങനെ 2001-2002 സീസണിൽ ഇന്ററിനു വേണ്ടി സൈൻ ചെയ്തു. സാന്റിയാഗോ ബെർണബ്യൂവിൽ റയൽ മാഡ്രിഡിനെതിരെ നടന്ന പ്രീ സീസൺ സൗഹൃദ മത്സരത്തിൽ തന്നെ ഇന്റർ ആരാധകർക്ക് മുന്നിൽ അഡ്രിയാനോ സ്വയം അവതരിച്ചു. 2ാം പകുതിയിൽ പകരക്കാരനായി റയൽ പ്രതിരോധത്തിലേക്ക് ഓടിയെത്തിയപ്പോൾ എല്ലാ അവസരങ്ങളിലും അദ്ദേഹം ഒരു പരിഭ്രാന്തിയും പ്രകടിപ്പിച്ചില്ല. ബോക്സിന്റെ അരികിൽ ഇന്റർ അപകടകരമായ ഒരു ഫ്രീ കിക്ക് നേടിയപ്പോൾ അത് എടുക്കാൻ അദ്ദേഹം സമയം പാഴാക്കിയില്ല. ഒരു ലോങ് റണ്ണപ്പ് എടുത്ത് നിസ്സഹായനായ റയൽ 1ാം നമ്പർ ഗോൾ കീപ്പർ ഇക്കേർ കാസിയാസിനെ മറികടന്ന് മുകളിലെ കോർണറിലേക്ക് ഒരു അനിയന്ത്രിതമായ ഷോട്ട് പായിച്ചു. അദ്ദേഹത്തിന്റെ മൊത്തത്തിലുള്ള പ്രകടനം ക്ലബ് ക്യാപ്റ്റൻ ഹാവിയർ സാനേറ്റിയിൽ വലിയ മതിപ്പുണ്ടാക്കി. മത്സരശേഷം അർജന്റീനിയൻ താരം മാധ്യമപ്രവർത്തകരോട് ഇങ്ങനെ പറഞ്ഞു: ഇതാണ് പുതിയ റൊണാൾഡോ. ആ നിമിഷം മുതൽ എൽ ഫിനോമിനയുമായുള്ള താരതമ്യങ്ങൾ അഡ്രിയാനോയെ എവിടെ പോയാലും പിന്തുടർന്നു. എന്നാൽ ഇന്ററിൽ തൻ്റെ വലിയ അവസരത്തിനായി അദ്ദേഹത്തിന് കാത്തിരിക്കേണ്ടി വന്നു.
കാരണം വികസനത്തിന് ഏറ്റവും മികച്ചത് ഒരു ലോൺ കാലയളവാണെന്ന് അവർ തീരുമാനിച്ചു. 2001-2002 സീസണിന്റെ രണ്ടാം പകുതിയിൽ ഫിയോറന്റീന അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തി. ലാ വയോളയ്ക്ക് വേണ്ടിയുള്ള ആദ്യ 15 മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം 6 ഗോളുകൾ നേടി. പക്ഷേ ഇന്റർ അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ വിസമ്മതിച്ചു. ആ വേനൽക്കാലത്ത് ഫിയോറന്റീന പാർമയുമായി 2 വർഷത്തെ സഹ ഉടമസ്ഥാവകാശ കരാറിൽ ഒപ്പുവെച്ചു. അടുത്ത 2 സീസണുകളിൽ പാർമയ്ക്കായി അഡ്രിയാനോ 37 സീരിയ മത്സരങ്ങളിൽ നിന്ന് 23 ഗോളുകൾ നേടി. അഡ്രിയാൻ മുട്ടുവുമായി ഒരു മാരകമായ പങ്കാളിത്തം രൂപപ്പെടുത്തി. അദ്ദേഹത്തെ വിട്ടയച്ചതിൽ തങ്ങൾ ഒരു തെറ്റ് ചെയ്തുവെന്ന് ഇന്ററിന് മനസ്സിലായി. അങ്ങനെ 2004 ജനുവരിയിൽ 23 മില്യൺ യൂറോയ്ക്ക് അഡ്രിയാനോയെ വീണ്ടും തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കാൻ ഇന്ററിന് സാധിച്ചു. നാട്ടിലേക്ക് മടങ്ങുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇന്ററിനായി കളിക്കുന്നതിലൂടെ ഞാനൊരു മികച്ച കളിക്കാരനാകുമെന്ന് ഉറപ്പുണ്ട്, അദ്ദേഹം തൻ്റെ അനാച്ഛാദന ചടങ്ങിൽ വെളിപ്പെടുത്തി. ഇന്ററിന് നഷ്ടമായത് എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ അഡ്രിയാനോ സമയം പാഴാക്കിയില്ല. 2003-2004 സീസണിൽ ക്ലബിന്റെ 16 സീരിയ മത്സരങ്ങളിൽ നിന്ന് 9 ഗോളുകൾ അദ്ദേഹം നേടി. എംബോളിക്കെതിരായ അവസാന ദിവസത്തെ അതിശയകരമായ ഇരട്ട ഗോളുകൾ ഉൾപ്പെടെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. കാർലോ കാസ്റ്റെല്ലാനി സ്റ്റേഡിയത്തിൽ 3-2 നേടിയ വിജയത്തിലെ അദ്ദേഹത്തിന്റെ മിന്നുന്ന പ്രകടനം മിലാനിലുടനീളമുള്ള ആരാധകരുടെ ഹൃദയങ്ങളിൽ സ്ഥിരമായ ഒരു സ്ഥാനം നേടി. ആൽബർട്ടോ സാക്കറോണിയുടെ ടീം 4ാം സ്ഥാനം നേടുകയും ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നേടുകയും ചെയ്തു. മത്സരത്തിൽ എംബോളി ആദ്യ വെടിപൊട്ടിച്ചു. പക്ഷേ അഡ്രിയാനോയിലൂടെ ആദ്യ പകുതിയുടെ സ്റ്റോപ്പേജ് സമയത്ത് നേടിയ ഗോളിൽ സന്ദർശകർ സമനില നേടി. സന്ദർശക ആരാധകർക്ക് മുന്നിൽ ഷർട്ട് ഉരിമാറ്റിയ അദ്ദേഹത്തിന്റെ ആഘോഷവും പ്രതീകാത്മകമായിരുന്നു. എന്നാൽ ഏറ്റവും മികച്ചത് വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മൈതാന മധ്യത്തിൽ നിന്ന് പന്ത് കൈക്കലാക്കിയ ശേഷം 3 പ്രതിരോധക്കാരെ മറികടന്ന് അഡ്രിയാനോ അതിശയകരമായ വ്യക്തിഗത ഗോളിലൂടെ 3 പോയിന്റുകൾ ഫലപ്രദമായി ഉറപ്പിച്ചു. ഇത്തവണ അദ്ദേഹത്തിന്റെ ആഘോഷങ്ങൾ കൂടുതൽ ശാന്തമായിരുന്നു. പക്ഷേ ഇന്റർ സഹപ്രവർത്തകർ അദ്ദേഹത്തെ ആക്രമിച്ചു. അസാധാരണമായ എന്തോ ഒന്ന് തങ്ങൾ കണ്ടതായി അവർക്കറിയാമായിരുന്നു. എതിർവശത്തുള്ള കളിക്കാരും അങ്ങനെ തന്നെയായിരുന്നു. മിലാൻ ചക്രവർത്തി ജനിച്ച ദിവസമായിരുന്നു അത്. മുൻ എംബോളി പ്രതിരോധ നിരക്കാരൻ എമിൽസൺ ക്രിബാരി അത് വ്യക്തമായി ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ ഉന്നതിയിൽ റൊണാൾഡോയെ പോലെ മാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കളിക്കാരനാണ്. 2022 ക്രിബാരി ESPNയോട് പറഞ്ഞു. ഷർട്ട് ഊരിയുള്ള അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഫോട്ടോ ഉണ്ട്. അതാണ് അദ്ദേഹത്തിന് ചക്രവർത്തി എന്ന പേര് നേടിക്കൊടുത്തത്. അദ്ദേഹം ഞങ്ങൾക്കെതിരെ ഒരു സോളോ ഗോൾ നേടി. ആ ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ എല്ലാ ശക്തിയും ഗുണവും കണ്ടു. അടുത്ത സീസണിൽ എല്ലാ മത്സരങ്ങളിലുമായി അഡ്രിയാനോ 28 ഗോളുകൾ നേടി. കോപ്പ ഇറ്റാലിയയിൽ തൻ്റെ കൈകൾ തൊട്ടു. യൂറോപ്പിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായി സ്വയം പ്രഖ്യാപിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിന് പുറത്തുള്ള സംഭവങ്ങൾ കാരണം ഉന്നതിയിൽ തുടരാൻ കഴിഞ്ഞില്ല. ബ്രസീലിനു വേണ്ടി സ്ഥിരമായി കളിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അഡ്രിയാനോയ്ക്ക് കാത്തിരിക്കേണ്ടി വന്നു. എന്നാൽ 2004 കോപ്പ അമേരിക്കയ്ക്കുള്ള കാർലോസ് ആൽബർട്ടോ പെരേരയുടെ ടീമിൽ ഇടം ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ക്ഷമയ്ക്ക് ഫലമുണ്ടായി. ഇന്ററിൽ 6 മാസം കളിച്ചതിനാൽ പെരേരയ്ക്ക് അദ്ദേഹത്തെ അവഗണിക്കാൻ കഴിഞ്ഞില്ല. 2002 ലോകകപ്പ് ജേതാക്കളായ ബ്രസീലിന്റെ പ്രധാന അംഗങ്ങളായ റൊണാൾഡീഞ്ഞോ, കഫു, റോബർട്ടോ കാർലോസ്, റൊണാൾഡോ എന്നിവർക്ക് അവധി നൽകി. രാജ്യത്തിന്റെ അടുത്ത തലമുറയിലെ താരങ്ങളെ പെരേര രക്തരൂക്ഷിതമാക്കി. പെറുവിൽ സെലക്കാവോ തങ്ങളുടെ 7ാമത്തെ കോപ്പ കിരീടം തേടിയപ്പോൾ ജൂലിയോ സീസർ, മൈക്കോൺ, ലൂയിസ് ഫാബിയാനോ, വാഗ്നർ ലവ് എന്നിവരും അഡ്രിയാനോയ്ക്കൊപ്പം ചേർന്നു. ടൂർണമെന്റിൽ അഡ്രിയാനോ അക്ഷരാർത്ഥത്തിൽ റൊണാൾഡോയുടെ അഭാവം നികത്തി. പ്രതീക്ഷകൾക്കപ്പുറം മുന്നേറാൻ അവർക്ക് കഴിഞ്ഞു. ചിലിക്കെതിരെ 1-0 ജയിച്ച ബ്രസീൽ അഡ്രിയാനോയുടെ ഹാട്രിക്കിന്റെ മികവിൽ കോസ്റ്റോറിക്കയെ 4-1 പരാജയപ്പെടുത്തി ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. മെക്സിക്കോയെ 4-0 തകർത്ത മത്സരത്തിൽ അഡ്രിയാനോയുടെ വക സംഭാവന 2 എണ്ണമായിരുന്നു. സെമി ഫൈനലിൽ ഉറുഗ്വേക്കെതിരെയായിരുന്നു ബ്രസീലിന്റെ മത്സരം. സാധാരണ സമയത്തും അധിക സമയത്തും 1-1 എന്ന സമനിലയിൽ പിരിഞ്ഞപ്പോൾ ലാ സെലസ്റ്റെ ബ്രസീലിന് കടുത്ത വെല്ലുവിളി സൃഷ്ടിച്ചു. പക്ഷേ അഡ്രിയാനോ വീണ്ടും സ്കോർ ഷീറ്റിലെത്തി. തുടർന്നുള്ള പെനാൽറ്റി ഷൂട്ടൌട്ടിലും അദ്ദേഹം ഗോളാക്കി മാറ്റി. സ്പോട്ട് കിക്കുകളിൽ സെലക്കാവോ 5-3 വിജയിച്ചു. അനിവാര്യമായും ട്രോഫിക്ക് മുന്നിൽ തുടർന്ന ഏക ടീം അർജന്റീനയായിരുന്നു. 87-ാം മിനിറ്റിൽ സീസർ ഡെൽഗാഡോ അർജന്റീനയ്ക്ക് 2-1 ലീഡ് നൽകിയപ്പോൾ ബ്രസീൽ ഹൃദയഭേദകമായ തോൽവി ഏറ്റുവാങ്ങാൻ ഒരുങ്ങി. നിമിഷങ്ങൾ കഴിയുന്തോറും ബ്രസീൽ കൂടുതൽ നിരാശരായി. എസ്റ്റാഡിയോ നാഷണലിലുള്ള ഏറ്റവും കൂൾ മനുഷ്യൻ താനാണെന്ന് അഡ്രിയാനോ തെളിയിച്ച സമയമായിരുന്നു പിന്നീട് നടന്നത്.
അർജന്റീനയുടെ ബോക്സിലുണ്ടായ ഒരു കൂട്ടപ്പൊരിച്ചിലിൽ പന്ത് കിട്ടിയ അഡ്രിയാനോ അത് ഷൂട്ടിംഗ് പൊസിഷനിലേക്ക് ഫ്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് താഴത്തെ മൂലയിലേക്ക് കൃത്യമായി നടപ്പിലാക്കിയ ഒരു വോളി. തൻ്റെ ജേഴ്സി ഊരിമാറ്റി മൈതാനത്തിലൂടെ അദ്ദേഹം നൃത്തം വെച്ചു. മറ്റൊരു പെനാൽറ്റി ഷൂട്ടൌട്ടിന് ശേഷം ബ്രസീൽ ട്രോഫി നേടി. ഇപ്പോൾ എങ്ങനെ തോന്നുന്നുവെന്ന് എനിക്ക് വിശദീകരിക്കാൻ കഴിയില്ല. ഇത് തീർച്ചയായും എൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച നിമിഷമാണ്. മത്സരത്തിന് ശേഷം കണ്ണീരോടെ അദ്ദേഹം പറഞ്ഞു. ഈ കിരീടം എൻ്റെ പിതാവിൻ്റേതാണ്. അദ്ദേഹം ജീവിതത്തിലെ എൻ്റെ മികച്ച സുഹൃത്താണ്, എൻ്റെ പങ്കാളി. അദ്ദേഹമില്ലാതെ ഞാൻ ഒന്നുമല്ല. ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ ഉണ്ടായിരുന്നു. കോപ്പ അമേരിക്ക ജേതാക്കളുടെ മെഡലും ടൂർണമെൻറ്റിലെ മികച്ച കളിക്കാരനുള്ള അവാർഡുമായി അദ്ദേഹം മിലാനിലേക്ക് മടങ്ങി. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നേക്കുമായി മാറ്റിമറിച്ച വാർത്തയെത്തുന്നു. 2004 ഓഗസ്റ്റ് 3 ഹൃദയാഘാതത്തെ തുടർന്ന് തൻ്റെ പിതാവ് മരിച്ചുവെന്ന് ഫോണിലൂടെ അറിയിപ്പെത്തുന്നു. ഒരു കണ്ണിമ വെട്ടൽ കൊണ്ട് അദ്ദേഹത്തിന് തൻ്റെ ഏറ്റവും വലിയ പിന്തുണയുടെ ഉറവിടം നഷ്ടമാകുന്നു. ഏറ്റവും കഠിനമായ സാഹചര്യങ്ങളിൽ തന്നെ വളർത്തിയതും തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സഹായിച്ചതുമായ വ്യക്തി. ട്യൂട്ടമർ കട്ടോവ് വെബിനോട് ഹാവിയർ സനേറ്റി പിന്നീട് വെളിപ്പെടുത്തി, അച്ഛൻ്റെ മരണത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഫോൺ കോൾ വന്നപ്പോൾ ഞങ്ങൾ മുറിയിലായിരുന്നു. അദ്ദേഹം ഫോൺ ഡെക്കിലേക്ക് ആഞ്ഞടിച്ചു. ഒരാൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. ഇന്നും അത് എന്നെ വിറപ്പിക്കുന്നു. ആ ഫോൺ കോളിന് ശേഷം ഒന്നും മുമ്പത്തെ പോലെ ആയിരുന്നില്ല. 2004-2005 അഡ്രിയാനോയുടെ സമൃദ്ധമായ റെക്കോർഡ് അദ്ദേഹം വഹിച്ചുകൊണ്ടിരുന്ന വൈകാരിക ഭാരം കണക്കിലെടുക്കുമ്പോൾ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ആകാശത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം തൻ്റെ ഗോളുകൾ മരിച്ചുപോയ പിതാവിന് സമർപ്പിച്ചു. അത് അദ്ദേഹത്തിൻ്റെ പുതിയ ആഘോഷമായി മാറി. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അത് നേരിടാൻ അദ്ദേഹം പാടുപെടുകയായിരുന്നു. ഫുട്ബോളിനോടുള്ള എൻ്റെ സ്നേഹം ഒരിക്കലും പഴയതുപോലെ ആയിരുന്നില്ല. അദ്ദേഹം പ്ലേയേഴ്സ് ട്രിബ്യൂണലിനോട് പറഞ്ഞു, ഞാൻ ഇറ്റലിയിൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് അകലെയായിരുന്നു. എനിക്ക് അത് നേരിടാൻ കഴിഞ്ഞില്ല. ഞാൻ വളരെ വിഷാദത്തിലായി. ഞാൻ ധാരാളം കുടിക്കാൻ തുടങ്ങി. എനിക്ക് ശരിക്കും പരിശീലനം നടത്താൻ താല്പര്യമില്ലായിരുന്നു. അഡ്രിയാനയുടെ ഏറ്റക്കുറച്ചിലുകൾ തുടങ്ങി. ചെറിയ പരിക്കുകൾ കൂടുതൽ പതിവായി. ഭാഗ്യവശാൽ അദ്ദേഹം അപ്പോഴും വളരെ ശക്തമായ ഒരു ഇന്റർ ടീമിൽ കളിക്കുകയായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ കളിയിലെ വിള്ളലുകൾ മറികടക്കാൻ സഹായിച്ചു. 2005-2006 റോബർട്ടോ മാൻചീനി നെറാസൂരിയെ മറ്റൊരു കോപ്പ ഇറ്റാലിയ കിരീടത്തിലേക്കും സൂപ്പർ കോപ്പ ഇറ്റാലിയയിലേക്കും നയിച്ചു. അതേസമയം സീരിയ എയിൽ 3-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തെങ്കിലും 1989 ശേഷമുള്ള അവരുടെ ആദ്യത്തെ സ്കുഡെറ്റോയും അവർ നേടി. ജേതാക്കളായ യുവന്റസും 2ാം സ്ഥാനക്കാരായ AC മിലാനും ഒത്തുകളി വിവാദത്തിൽ ഉൾപ്പെട്ടതിന് ശിക്ഷിക്കപ്പെട്ടു. യുവന്റസിനെ സീരിയ ബിയിലേക്ക് തരം താഴ്ത്തി. AC മിലാന് അടുത്ത സീസണിൽ 8 പോയിന്റ് പെനാൽറ്റി ലഭിച്ചു. 47 മത്സരങ്ങളിൽ നിന്ന് 19 ഗോളുകൾ നേടി അഡ്രിയാനോ തൻ്റെ സീസൺ അവസാനിപ്പിച്ചു. 2006 ലോകകപ്പിനുള്ള ബ്രസീലിൻ്റെ അവസാന ടീമിൽ ഇടം നേടി. ജർമ്മനിയിൽ റൊണാൾഡോയ്ക്കൊപ്പം, റൊണാൾഡീഞ്ഞോയ്ക്കൊപ്പം, കാക്കയ്ക്കൊപ്പം ഒടുവിൽ അദ്ദേഹം അണിനിരന്നു. പക്ഷേ 4 വർഷം മുമ്പ് ദക്ഷിണ കൊറിയയിലും ജപ്പാനിലും ട്രോഫി ഉയർത്തിയ ടീമിൻ്റെ നിഴലായിരുന്നു അവർ. താരതമ്യേന എളുപ്പത്തിൽ ബ്രസീൽ അവസാന 16ലേക്ക് മുന്നേറി. പരമാവധി പോയിന്റുകളുമായി അവരുടെ ഗ്രൂപ്പിൽ ഒന്നാമതെത്തി. ഓസ്ട്രേലിയക്കെതിരായ 2-0 വിജയത്തിൽ അഡ്രിയാനോ ഗോൾ നേടി. എന്നാൽ ജപ്പാനെതിരെ 4-1 വിജയത്തിൽ റൊണാൾഡോ ഇരട്ട ഗോളുകൾ നേടി അദ്ദേഹത്തെ മറികടന്നു. ആദ്യ നോക്കൌട്ട് ഘട്ടത്തിൽ സെലക്കാവോ ഗാനയെ പരാജയപ്പെടുത്തിയപ്പോൾ ഇരുവരും ഗോൾ കണ്ടെത്തി. പക്ഷേ ഫ്രാൻസിനെതിരായ ക്വാർട്ടർ ഫൈനലിൽ അവർ തകർന്നു വീണു. സിനദിൻ സിദാൻ ലെസ് ബ്ലൂസിനെ 1-0 വിജയത്തിലേക്ക് നയിച്ചപ്പോൾ അഡ്രിയാനോയ്ക്ക് ബെഞ്ചിൽ നിന്ന് ഒരു ചെറിയ വേഷം ചെയ്യേണ്ടി വന്നു. 2006-2007 സീസണിൻ്റെ തുടക്കത്തിൽ മദ്യാസക്തിയുമായി അഡ്രിയാനോ പോരാടുകയായിരുന്നു. ഇന്റർ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം തിരശ്ശീലയ്ക്ക് പിന്നിൽ പിണങ്ങാനും പതിവായി. മത്സരങ്ങൾ നഷ്ടപ്പെടുത്താനും തുടങ്ങി. ഇന്റർ സ്കുഡെറ്റോ നിലനിർത്തി. പക്ഷേ അദ്ദേഹത്തിന് 6 ഗോളുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. ഇബ്രാഹിമോവിച്ചും ഹെർണൻ ക്രെസ്പോയും പലപ്പോഴും ആക്രമണം നയിച്ചു. അടുത്ത സീസണിൽ സ്ഥിതി കൂടുതൽ വഷളായി. 2007 നവംബറിൽ അഡ്രിയാനോയെ 18 മാസത്തെ ശമ്പളമില്ലാത്ത അവധിക്ക് ബ്രസീലിലേക്ക് അയച്ചു. എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എല്ലാ ദിവസവും പരിശീലന സമയത്ത് ഞാൻ മദ്യപിച്ചതായി കാണിച്ചു. ബ്രസീലിയൻ മാസികയായ R7നോട് തൻ്റെ ജീവിതത്തിലെ ആ കാലഘട്ടത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു, സാവോ പോളോയുടെ പരിശീലന കേന്ദ്രത്തിൽ വിപുലമായ ശാരീരികവും മാനസികവുമായ പുനരധിവാസ പരിപാടിക്ക് അദ്ദേഹം വിധേയനായി.
ആ ഡിസംബറിൽ ലോണിൽ ക്ലബിൽ ഔദ്യോഗികമായി ചേർന്നു. സാവോ പോളോയ്ക്ക് വേണ്ടി 19 മത്സരങ്ങളിൽ നിന്ന് അഡ്രിയാനോ 11 ഗോളുകൾ നേടി. പക്ഷേ കളിക്കളത്തിന് പുറത്ത് തൻ്റെ വികൃതികൾക്ക് അദ്ദേഹം വാർത്തകളിൽ ഇടം നേടി. ആഴ്ചതോറും നൈറ്റ് ക്ലബ്ബുകളിൽ പോയിരുന്ന അദ്ദേഹം പരിശീലന സെഷനുകൾ നഷ്ടപ്പെടുത്തി. താമസിയാതെ അദ്ദേഹത്തെ മിലാനിലേക്ക് തിരിച്ചയച്ചു. സാവോ പോളോ സ്പോർട്ടിംഗ് ഡയറക്ടർ കാർലോസ് അഗസ്റ്റോ 2008 ജൂണിൽ ഇങ്ങനെ പറഞ്ഞു: ഞങ്ങൾക്ക് ഒരു സന്തുലിത ടീമുണ്ട്. അഡ്രിയാനോ തിരികെ പോകുന്നതാണ് നല്ലത്. അഡ്രിയാനോയേക്കാൾ ടീം പ്രധാനമാണ്. എനിക്ക് ലഭ്യമായ 30 കളിക്കാരിൽ ഒരാളാണ് അദ്ദേഹം. ഞാൻ പറയുമ്പോൾ അഡ്രിയാനോ കളിക്കും. പത്രങ്ങളല്ല അത് തീരുമാനിക്കേണ്ടത്. അതിനുശേഷം അദ്ദേഹം കുറച്ചു കാലം തൻ്റെ ഫുട്ബോളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മറീഞ്ഞോ അദ്ദേഹത്തെ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷേ തുടർച്ചയായ 4ാം സീരിയ കിരീടം നേടാനുള്ള ഇന്ററിൻ്റെ ശ്രമത്തിൽ അദ്ദേഹത്തെ ചെറുപ്പത്തിൽ ഒരു താരമാക്കി മാറ്റിയ മിടുക്കിൻ്റെ തിളക്കം കാണിച്ചു. പക്ഷേ സ്ഥിരമായ ശ്രദ്ധയോ അച്ചടക്കമോ നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. 1 വർഷം മുന്നേ അഡ്രിയാനോയുടെ കരാർ റദ്ദാക്കുക എന്നല്ലാതെ ഇന്ററിന് മറ്റു മാർഗമില്ലായിരുന്നു. മൗറീഞ്ഞോയുടെ പിന്മാറ്റം സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം അത്ഭുതകരമായ വിധം സഹതാപം പ്രകടിപ്പിച്ചു. അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ വരുന്നതിന് മുമ്പ് അഡ്രിയാനോയെ സഹായിക്കാൻ ഇന്റർ എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു പരിശീലകനെന്ന നിലയിലും മനുഷ്യനെന്ന നിലയിലും എന്നോടൊപ്പം പ്രസിഡന്റും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു പ്രധാന കാര്യം അദ്ദേഹം സന്തോഷവാനാണ് എന്നതാണ്. അദ്ദേഹത്തിലെ കളിക്കാരനെ നഷ്ടപ്പെട്ടാലും ഇപ്പോൾ അദ്ദേഹം സന്തോഷവാനാണ്. ഇന്ററുമായുള്ള കടുത്ത വേർപിരിയൽ ഉണ്ടായിരുന്നിട്ടും ഫ്ലെമംഗോ അഡ്രിയാനോയെ തുറന്ന കൈകളിലോടെ ക്ലബിലേക്ക് സ്വാഗതം ചെയ്തു. 2009 മെയ് മാസത്തിൽ മരാക്കാനയിൽ അദ്ദേഹം 1 വർഷത്തെ കരാറിൽ ഒപ്പുവെച്ചു. അരങ്ങേറ്റത്തിൽ തന്നെ അദ്ദേഹത്തിന് ഗംഭീരമായ സ്വീകരണം ലഭിച്ചു. അഡ്രിയാനോയുടെ സാന്നിധ്യം കാരണം അത്ലറ്റിക്കോ പരാനേസിനെതിരായ മത്സരത്തിനായി ക്ലബ്ബ് 50,000 ടിക്കറ്റുകൾ കൂടുതൽ വിറ്റുവെന്നും തുരങ്കത്തിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം ചക്രവർത്തി തിരിച്ചെത്തിയെന്ന് ജനക്കൂട്ടം ആർത്തു വിളിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട്. ഫ്ലെമംഗോ 2-1 വിജയിച്ച മത്സരത്തിൽ അദ്ദേഹം 1 ഗോൾ രേഖപ്പെടുത്തി. അതിനുശേഷം ഗോളുകൾ തുടർന്നു. ഒറ്റ നോട്ടത്തിൽ ഫുട്ബോളിനോടുള്ള തൻ്റെ അഭിനിവേശം വീണ്ടും അദ്ദേഹം കണ്ടെത്തിയതായി തോന്നി. ആ വർഷം ഒക്ടോബറിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഇന്ററിൽ എനിക്കുണ്ടായിരുന്ന കോടികളുടെ കരാർ ഉപേക്ഷിക്കുന്നത് ഭ്രാന്താണെന്ന് ആളുകൾ കരുതുന്നു. പക്ഷേ കുടുംബത്തിന് സന്തോഷം നൽകാൻ ആ പൈസ ഒന്നുമല്ലായിരുന്നു. ഞാൻ ഇത്രയും കോടികൾ ഉപേക്ഷിച്ചു, സന്തോഷം തിരഞ്ഞെടുത്തു. 17 വർഷത്തിനു ശേഷം ഫ്ലെമംഗോ അവരുടെ ആദ്യത്തെ ബ്രസീലിയൻ ചാമ്പ്യൻഷിപ്പ് നേടി. അഡ്രിയാനോ 19 ഗോളുകൾ നേടി സീസണിലെ സംയുക്ത ടോപ്പ് സ്കോററായി ഫിനിഷ് ചെയ്തു. എന്നാൽ പിന്നിൽ കാര്യങ്ങൾ അത്ര സുഖകരമായിരുന്നില്ല. അഡ്രിയാനോയുടെ ഫിറ്റ്നസ് അപ്പോഴും ആശങ്കയ്ക്ക് കാരണമായിരുന്നു. കൂടാതെ നിരവധി ഫ്ലെമംഗോ സ്റ്റാഫ് അംഗങ്ങളുമായി അദ്ദേഹത്തിന് പ്രശ്നമുണ്ടായിരുന്നു. അറിയപ്പെടുന്ന ഒരു മയക്കുമരുന്ന് കടത്തുകാരനുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ പോലീസ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. ഫ്ലെമംഗോയുടെ സീസണിലെ അവസാന മത്സര ദിനത്തിൽ അദ്ദേഹം പങ്കെടുക്കാതിരുന്നതിൻ്റെ ഔദ്യോഗിക വിശദീകരണം കുഴപ്പങ്ങൾ വിളിച്ചുവരുത്തി. ലൈറ്റ് ബൾബിൽ ചവിട്ടി പരിക്കുപറ്റിയാണ് കളിക്കാൻ ഇറങ്ങാത്തതെന്ന കാരണം ബ്രസീലിയൻ മാധ്യമങ്ങൾ ചെവികൊണ്ടില്ല. ഒടുവിൽ ഫ്ലെമംഗോയ്ക്ക് അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായി വന്നു. എന്നാൽ അഡ്രിയാനോയ്ക്ക് ഇപ്പോഴും ഉയർന്ന തലത്തിൽ ഗോൾ നേടാൻ കഴിയുമെന്ന് ചില കാണികളെ ബോധ്യപ്പെടുത്താൻ കഴിച്ചു. യൂറോപ്പിലേക്ക് ഒരു അപ്രതീക്ഷിത തിരിച്ചുവരവിൻ്റെ സാധ്യതയും ഉയർന്നു വന്നു. ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന ലോകകപ്പിനായുള്ള ദുങ്കയുടെ ബ്രസീൽ ടീമിൽ നിന്ന് അഡ്രിയാനോയെ ഒഴിവാക്കിയെങ്കിലും 2010 ജൂണിൽ റോമ ഒരു ഫ്രീ ഏജന്റായി അഡ്രിയാനോയെ ഒപ്പിട്ടു. ഗിയലറോസി അദ്ദേഹത്തിന് ഒരു സീസണിന് 5 മില്യൺ യൂറോ വിലയുള്ള 3 വർഷത്തെ കരാർ നൽകി. ഇറ്റലിയിൽ തിരിച്ചെത്തിയതിലും വളരെയധികം ഉത്തരവാദിത്തമുള്ള റോമ ജേഴ്സി കൈവശം വെക്കാൻ കഴിഞ്ഞതിലും എനിക്ക് സന്തോഷമുണ്ട്. ഇന്ന് ഞാൻ കൂടുതൽ പക്വതയുള്ളവനാണ്. അത് തെളിയിക്കാൻ തിരിച്ചെത്തിയിരിക്കുന്നു. പ്രീ സീസണിനായി റിപ്പോർട്ട് ചെയ്തപ്പോഴും അഡ്രിയാനോ അമിത ഭാരമുള്ളവനായിരുന്നു. ഇത് പെട്ടെന്ന് ഹെഡ് കോച്ച് ക്ലോഡിയോ റാനിയേരിയുടെ കോപത്തിന് കാരണമായി. ഉണരുക, ഇറ്റാലിയൻ കോച്ച് റോമയുടെ പുതിയ 9ാം നമ്പർ കളിക്കാരനോട് നേരത്തെയുള്ള പരിശീലന സെഷനിൽ പറഞ്ഞതായി റിപ്പോർട്ടുണ്ട്. ക്വിക്കർ, മോർ കോൺസെൻട്രേഷൻ. പന്തുമായി എന്തു ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാത്തതുപോലെയാണ് പെരുമാറുന്നത്.
2010-11 സീസണിൽ അഡ്രിയാനോയെ പരിക്കുകൾ വീണ്ടും അലട്ടി. ടീമിൽ സ്ഥിരമാവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ജനുവരിയിൽ റോമയുടെ ബദ്ധവരികളായ ലാസിയോയുമായുള്ള കോപ്പ ഇറ്റാലിയ പോരാട്ടത്തിൽ അദ്ദേഹം കുറച്ചു മാത്രമേ പങ്കെടുത്തുള്ളൂ. എന്നാൽ ഒരു ദൗർഭാഗ്യമായ വീഴ്ചയിൽ വലതുകൈ ഒടിഞ്ഞു. തോളിന് സ്ഥാനഭ്രംശം സംഭവിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മത്സരം അവസാനിച്ചു. അഡ്രിയാനോയ്ക്ക് ബ്രസീലിലേക്ക് മടങ്ങാൻ അനുമതി ലഭിച്ചു. പക്ഷേ അദ്ദേഹം പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമയം അവിടെ തുടർന്നു. മെഡിക്കൽ പരിശോധനയ്ക്ക് ഹാജരാകാതിരുന്നതിനെ തുടർന്ന് റോമ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തെ പ്രൊഫഷണൽ അല്ലാത്തതും പ്രതിരോധിക്കാനാവാത്തതുമാണെന്ന് വിളിച്ചു. റോമിൽ തിരിച്ചെത്തിയപ്പോൾ മുൻ ബ്രസീൽ ഇന്റർനാഷണൽ ക്ഷമാപണം നടത്തി. പക്ഷേ അദ്ദേഹം പാഠം പഠിച്ചില്ല. ഞാൻ ഒരു തെറ്റ് ചെയ്തു, പക്ഷേ ഈ വിവാദത്തിൻ്റെ ആവശ്യമില്ലെന്ന് ഞാൻ കരുതുന്നു, അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയ പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം റോമ അഡ്രിയാനോയെ വിട്ടയച്ചു. ഗിയല്ലോ റോസിക്ക് വേണ്ടി ഒരു ഗോൾ പോലും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അഡ്രിയാനോ വീണ്ടും തൻ്റെ ജന്മനാട്ടിൽ ആശ്വാസം തേടി. ഫ്ലെമംഗോയിൽ 3ാം തവണയും കളിക്കാൻ ആഗ്രഹിച്ചു. എന്നിരുന്നാലും ഫുട്ബോളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സ്ട്രൈക്കറും തുടരുന്ന പ്രശ്നങ്ങളും കാരണം അന്നത്തെ മുഖ്യ പരിശീലകനായ വാണ്ടർലി ലക്സംബർഗോ ആ നീക്കം തടഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. എന്നിരുന്നാലും കൊറിന്ത്യക്കാർ അദ്ദേഹത്തിന് വീണ്ടെടുപ്പിനായി മറ്റൊരു അവസരം വാഗ്ദാനം ചെയ്തു. അഡ്രിയാനോ ഇപ്പോഴും തനിക്ക് ധാരാളം ചെയ്യാനുണ്ടെന്ന് ഉറച്ചു വിശ്വസിച്ചു. കൊറിന്ത്യക്കാർ അതിൽ ഖേദിക്കില്ല. ഞാൻ ഒരു പോരാളിയാണ്. ഞാൻ അവിടെ പോകുന്നത് കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനല്ല, ഗോളുകൾ നേടാനാണ്. തൻ്റെ റോമ പുറത്തു പോകലിന് പിന്നിലെ പ്രധാന കാരണം തൻ്റെ നിയന്ത്രണാതീതമായ ജീവിതശൈലിയാണെന്ന് അഡ്രിയാനോ നിഷേധിച്ചു. തുടരാൻ ഒരു കാരണവും ഞാൻ കണ്ടില്ല. എനിക്ക് 3 തവണ പരിക്കേറ്റു. എനിക്ക് മത്സരങ്ങളുടെ തുടർച്ചയില്ല. ബ്രസീലിലേക്ക് മടങ്ങാനുള്ള ഒരു സൂചനയാണിതെന്ന് ഞാൻ കരുതി. പരിശീലനത്തിടെ കണങ്കാലിന് പരിക്കേറ്റതിനെ തുടർന്ന് കൊറിന്ത്യൻസുമായുള്ള അരങ്ങേറ്റം 7 മാസം വൈകി. സത്യത്തിൽ പരിക്കിൽ നിന്ന് അദ്ദേഹം ഒരിക്കലും സുഖം പ്രാപിച്ചില്ല. 2012 മാർച്ചിൽ അഡ്രിയാനോ ക്ലബ്ബ് വിട്ടു. അടുത്ത ഓഗസ്റ്റ് വരെ അദ്ദേഹം കളിക്കളത്തിലേക്ക് മടങ്ങിയില്ല. ഫ്ലെമംഗോ ഒടുവിൽ ബാഹ്യ സമ്മർദ്ദത്തിന് വഴങ്ങി അവസാന ചാൻസ് നൽകി. സീസണിൻ്റെ അവസാനം വരെ പ്രൊഡക്ടിവിറ്റി അടിസ്ഥാനമാക്കിയുള്ള ഒരു കരാർ മാത്രമാണ് ഫോർവേഡിന് നൽകിയത്. എന്നിരുന്നാലും അവരുടെ വീണുപോയ ആരാധനാപാത്രത്തിൽ അവർക്ക് വലിയ വിശ്വാസമില്ലെന്ന് ഇത് കാണിച്ചു. 3 മാസം മാത്രമേ മാറക്കാനയിൽ തുടർന്നുള്ളൂ. തുടർന്ന് അമേരിക്കയിലെ അത്ലറ്റിക്കോ പരാനസ്, മിയാമി യുണൈറ്റഡ് എന്നിവരുമായി സമാനമായ പരാജയപ്പെട്ട സ്പെല്ലുകൾ ഏറ്റെടുത്തു. ഒടുവിൽ 2016 34 വയസ്സുള്ളപ്പോൾ തൻ്റെ കരിയർ അവസാനിപ്പിച്ചു. അതിനേക്കാൾ വളരെ നേരത്തെ തന്നെ തൻ്റെ കരിയർ തീർന്നെന്ന് അഡ്രിയാനോ സമ്മതിച്ചിട്ടുണ്ട്. 2011 കണങ്കാല് പൊട്ടിയപ്പോൾ തന്നെ ശാരീരികമായി അവസാനിച്ചുവെന്ന് എനിക്കറിയാമായിരുന്നു. പ്ലെയേഴ്സ് ട്രിബ്യൂണലിനോട് അദ്ദേഹം പറഞ്ഞു. എൻ്റെ സ്ഫോടനാത്മകത നഷ്ടപ്പെട്ടു. എൻ്റെ സമനില നഷ്ടപ്പെട്ടു. ഞാൻ ഇപ്പോഴും മുടന്തി നടക്കുന്നു. എൻ്റെ അച്ഛൻ മരിച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. മുറിവ് എൻ്റെ ഉള്ളിലായിരുന്നു എന്നതിൽ സംശയമില്ല. തുടർന്ന് അദ്ദേഹം ഹൃദയഭേദകമായ കുറ്റസമ്മതം നടത്തി. എൻ്റെ കണങ്കാലിലും ആത്മാവിലും ഒരു ദ്വാരമുണ്ട്. ഇക്കാലത്ത് അഡ്രിയാനോ തൻ്റെ ജന്മനാടായ വില്ല ക്രുസേറോയിൽ സമയം ചിലവഴിക്കുന്നു. അവിടെ മുൻ സ്ട്രൈക്കർ ഫവേലയിലെ തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം മറവിയിലേക്ക് മദ്യപിക്കുന്നു എന്ന് സമ്മതിക്കുന്നു. വില്ല ക്രുസോറയിൽ ഞാൻ അന്വേഷിക്കുന്ന ഒരേ ഒരു കാര്യം സമാധാനമാണ്, അദ്ദേഹം ദി പ്ലെയേഴ്സ് ട്രിബ്യൂണലിനോട് പറഞ്ഞു. ഇവിടെ ഞാൻ നഗ്നപാതനായും ഷർട്ടില്ലാതെയും നടക്കുന്നു. ഷോർട്സ് മാത്രം ധരിക്കുന്നു. ഞാൻ ഡൊമിനോകൾ കളിക്കുന്നു. റോഡരികിൽ ഇരിക്കുന്നു. എൻ്റെ ബാല്യകാല കഥകൾ ഓർക്കുന്നു. സംഗീതം കേൾക്കുന്നു. എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം നൃത്തം ചെയ്യുന്നു. തറയിൽ ഉറങ്ങുന്നു. കളിയുടെ ക്ഷണികമായ ഒരു ഐക്കണായി ഇപ്പോഴും സ്നേഹപൂർവ്വം ഓർമ്മിക്കപ്പെടുന്ന ഒരു കളിക്കാരന് അനുയോജ്യമായ ഒരു ജീവിതമായി തോന്നുന്നില്ല. പക്ഷേ അഡ്രിയാനോ അത് താൻ ആഗ്രഹിക്കുന്നിടത്തായിരിക്കണമെന്ന് നിർബന്ധിക്കുന്നു. തൻ്റെ ബെല്ലി ബട്ടൺ ഫവാലയിൽ കുഴിച്ചിട്ടിരിക്കുന്നു എന്ന് അവകാശപ്പെടുകയും തൻ്റെ അച്ഛൻ കഴിഞ്ഞ അതേ തെരുവുകളിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നുവെന്നും തുറന്നു പറയുന്നു. 2021 അദ്ദേഹത്തെ മറക്കാന സ്റ്റേഡിയം വാക്ക് ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തി. ആ ബഹുമതി അഡ്രിയാനോയെ കണ്ണീരിലാഴ്ത്തി. കളിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഇതിഹാസ താരങ്ങൾക്ക് മാത്രമേ ആ പദവി ലഭിച്ചിട്ടുള്ളൂ. റൊണാൾഡീഞ്ഞോ, പെലെ, റൊമാരിയോ, സീക്കോ, ഗരിഞ്ച
തുടങ്ങിയ മഹാന്മാർക്കൊപ്പം അഡ്രിയാനോ നിലകൊണ്ടു. തീർച്ചയായും അഡ്രിയാനോ അതേ ശ്വാസത്തിൽ പരാമർശിക്കപ്പെടേണ്ടവനാണ്. എൽ ഇംപറേറ്ററോർ നീണാൽ വാഴട്ടെ.